കണ്ണങ്ങോട്ട് പൂട്ടുക. കണ്ണു പറയുന്ന തന്നെയാണോ കേട്ടാ. 5 വർഷം പോയി. വാ. അയ്യോ വാതിൽ വാതിൽ തുറക്ക്. അങ്ങോട്ട് പോരട്ടെ. കോലക്കുഴൽ വിളി കേട്ടോ എൻ രാധേ എൻ രാധേ. കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളെ മയിൽപ്പീലി അവിടെ സാധനം വൃത്തിയാക്കാൻ കൊണ്ടുവരേ 3 ഉണ്ടേരെ നാളെ കൊണ്ടുവന്നേ നമ്മളെ സ്ഥലത്ത് കിട്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയാലോ മയിൽപ്പീലിന്റെ ആവശ്യം വന്നപ്പോ ഒരു പാട്ടും കൂടി പാടിയ കേട്ടോ. തെറ്റി ചളകൊളായിന്ന് തോന്നുന്നു സാറില്ല. അപ്പോൾ കവി പറ. അപ്പോൾ നമുക്ക് നാളെ എല്ലാവർക്കും വിഷുവാണ്. എല്ലാവർക്കും ഹാപ്പി വിഷുദിനാശംസകൾ നേരുമെന്ന് നമ്മുടെ കുടുംബത്തിന് എല്ലാവരും ഉണ്ട് കേട്ടോ. ഓരോ ബൈക്കാണ് ഉള്ളത്. നമുക്ക് എല്ലാവരെയും കാണാം. അതുപോലെ തന്നെ പറഞ്ഞാൽ വിഷുവിൻ്റെ കുറേ എന്താ പറയുക വിഷുവിൻ്റെ മൊത്തം പരിപാടികൾ നമുക്ക് കാണാം. തിരക്കും കാര്യങ്ങളാണ്. അതെ. അപ്പോൾ കണിവെക്കല്, അതുപോലെ തന്നെ കൈനീട്ടം വാങ്ങല്, പടക്കം പൊട്ടിക്കല്, വിഷുവിൻ്റെ എല്ലാ പരിപാടിയും നമുക്ക് കാണാം. നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് വിഷു ആഘോഷം. അപ്പോൾ ഓടക്കുഴൽ കോലക്കുഴൽ രാധേ ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാവർക്കും അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്നാ പരിപാടിയിലേക്ക് കിടക്കാം. എന്നാ പരിപാടി. എല്ലാവർക്കും ഹാപ്പി വിഷു തുടങ്ങാം. സ്വാഗതം. അമ്മേന്റെ എല്ലാരും ഉണ്ട് കേട്ടോ. ഹായ്. അപ്പൊ ചേച്ചി അപ്പൊ ഞാനൊന്ന് ഏച്ചിനൊക്കെ ദേശം പുളിയമ്മ ഉറുക്കി വെച്ചിട്ടുണ്ട് പറയുന്നത്. അതുകൊണ്ട് വിഷായാലും നമ്മളെ അത് മറക്കുമല്ലോ. അതെ, അതിനൊരു പയര് പേറിയാണ് പുളിയമ്മ. അപ്പൊ നാളത്തെ വിഷുവിന് നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടാവട്ടെ. അതെ, വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാൻ നോക്കല. അപ്പൊ നമ്മളെ കണി വെക്കേണ്ട സാധനങ്ങളെല്ലാം ഓരോന്നേ ഒരുക്കി കൊണ്ടിരിക്കാറാണ്. എല്ലാവരും കൊണ്ടക്കോ വയ്യ കിടക്കാറാകുമ്പോ നമുക്ക് കണി പണ്ട് എങ്ങനെയാന്ന് വെച്ചാല് എല്ലാ സാധനവും എടുത്തിട്ട് നമ്മൾ അന്നേരം വരും ചെയ്യുമ്പോൾ കാണാത്ത സ്ഥലത്ത് വെക്കും. എന്നിട്ട് പൊലച്ചൊക്കെ എണീറ്റിട്ടാകുമ്പോ എല്ലാ സാധനവും എടുത്ത് കളമ്പരഞ്ഞ് നിരത്തിയിട്ടാകുമ്പോ നമ്മള് കാണൂലോ. നമ്മളെ അച്ഛനും അമ്മയിലുള്ള അന്നേരം അങ്ങനെയാ ചെയ്യല്. ഇപ്പൊ നമ്മൾ പണി ഒരുങ്ങാൻ വേണ്ടിട്ട് രാത്രിക്ക് എല്ലാരും കിടന്നിട്ടാകുമ്പോ എടുത്തു വെക്കും. അത് അവരൊന്നും ആരും കാണൂലല്ലോ അങ്ങനെ. അപ്പൊ എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ തട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെല്ലാന്ന് വെച്ചാല് ഒരുപാട് സാധനങ്ങളുണ്ട്. ചട്ടി ഇന്ന് കണി വരഞ്ഞ കണിക്കലം വരഞ്ഞില്ല. ഒരു ചട്ടിയെല്ലാം കല വേണ്ടത്. ഉരുളി, പിന്നെ തേങ്ങ, തറക്കലരി, ഉപ്പ്, കടുക്, പഞ്ചങ്ങള്, അഞ്ചും മത്തങ്ങ. ഇതിനെന്താ പറയാ? ഇത് എന്ന് പറഞ്ഞാല് ഒരു അപൂർവമുള്ള സാധനാണ് മോളെ. ഇത് പണ്ടല്ല നാളെ എന്റെ അച്ഛനും അമ്മയിലും ഉള്ള കാലത്ത് വെള്ളേരി നടുമ്പോ ഫസ്റ്റില് വെള്ളേരി മത്തൻ നടുന്നതായത്. വെള്ളേരി മത്തൻ എന്നായിന് പറയാ. പക്ഷെ ഇത് എന്താക്കുമെന്ന് വെച്ചാല് നമുക്ക് വെച്ച് കറി വെച്ച് കൂട്ടാൻ കോണമില്ല. ഇതിന് മോര് കലക്കൊല പണ്ടെല്ലാം നമുക്ക് കറവുള്ള വീട്ടില് മോര് കൊണ്ടുവന്നിട്ട് പുളിയും പാർന്നിട്ട് പച്ചടി പോലെ ആക്കിയിട്ട് കൂട്ടും. അങ്ങനെയാന്ന് വെക്കല്. അപ്പൊ ഇത് മെയിനായിട്ട് കണിപ്പണ്ണുള്ള ക്ഷീണം പിടിച്ച് അല്ല. അപ്പൊ 3 ആചലം പറയുന്നത് കണിക്കൊന്ന അല്ലേ? ഞാൻ അങ്ങനെ എല്ലാവരും കേട്ടോ. എന്നത് ചില ക്ലാസ്സാ അപ്പൊ ബാക്കി സാധനങ്ങള് ചക്ക വെച്ച പോലെ എന്ന് പറയും. കണിക്കാലത്തിന് ലേശം നമുക്ക് അരി അരച്ചിട്ട് എല്ലേനും ചൊട്ട വെക്കണം. അതെന്തായാലും നമുക്ക് കാണിക്കാം. അപ്പൊ ഇതെന്താണ് വെച്ചിട്ടാ കാണിക്കാട്ടോ.
അപ്പിള് കപ്പക്ക ഇത് വെള്ളരി പിന്നെ ഇത് പച്ചക്കറി തിന്നാൻ പറ്റുമോ? അത് ഇതല്ലടാ അത് തിന്നാ തിന്ന മോനെ കഴുകിയിട്ട് ഒരു വക എല്ലാ പച്ചക്കറിയും എല്ലാം ഉണ്ട് കൊടച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഐറ്റം വരാനുണ്ട്. എന്തെല്ലാവി എന്തെല്ലോ വരാനുണ്ടല്ലോ നാളെ വിളക്ക് വേണ്ടി എല്ലാം മടക്കുന്നുണ്ട്. പൈസ വരാനുണ്ട്. പിന്നെ നമ്മളെ കണ്ണാടി പിന്നെ പണ്ടേ ഞാൻ വന്നേരെ വെക്കുന്ന ഒരു സ്വർണ്ണമുണ്ട്. കണ്ണാടിക്ക് നീ ഇപ്പൊ ബുദ്ധിമുട്ടാതെ കണ്ണാടി വാങ്ങിയിട്ടില്ലല്ലേ നമ്മള്. കണ്ണാടി ശരിയാ പറയുമ്പോൾ ഓ കണ്ണാടി ഇത് വാൽക്കണ്ണാടി ഉണ്ടല്ലോ. വാൽക്കണ്ണാടി ഉണ്ട്, വാൽക്കണ്ണാടി ഉണ്ട്. കവിന്റെ സ്വർണ്ണം എന്ന് വെച്ചാല് കവി കാപ്പിത്തോട്ടത്ത് പോയിട്ട് സ്വന്തമായിട്ട് പോയിട്ട് കാപ്പി പറിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ ഞാൻ മേടിച്ച സെക്കൻഡ് സ്റ്റെഡ് ആണ്. അതന്നെ അമ്മ എല്ലാ പ്രാവശ്യം അതെ, വെക്കല്. അതാണ് നമ്മളിപ്പം കവിത വന്ന മുതലേ എടുത്തു വെക്കും. അത് ഒരു പാത്രത്തിന്റെ തന്നെ അളവിലായതുകൊണ്ട് അത് എടി തെറ്റി പോകുന്നൊന്നുമില്ല. അത് എടുത്തവിടെ വെച്ച് കഴിഞ്ഞാൽ കണിയും കണ്ടിട്ടാകുമ്പോ എടുത്തങ്ങോട്ട് വെക്കലാ നമ്മള്. കണി കാണാൻ ആദ്യം വന്നവർക്ക് അത് എടുക്കാന്നുണ്ട്. അതെ. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ കാണിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് പടക്കം പൊട്ടിക്കലും പരിപാടിയാണ്. പക്ഷെ എങ്കിൽ നമുക്ക് ഇവിടെ പടക്കത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മുറിഞ്ഞു പോയി നേരത്തെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. കളം പറയാനെല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ടായിരുന്നുള്ളത്. ഞാൻ രാവിലെ വിളക്ക് കാണിക്കാനാകും വന്നിട്ട് വിളക്ക് കത്തിച്ച് കാണിച്ചു തരാം മക്കളെ. എല്ലാം നിങ്ങൾ നോക്കിക്കോ. അപ്പൊ ഇത് അന്ന് മേടിച്ചതിന്റെ ബാക്കി പടക്കങ്ങളാണ് കേട്ടാ. അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ പുകയൊന്നും ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ ബാക്കി ഇതന്നെ ഇപ്പൊ നമ്മൾ അങ്ങ് കാട്ടിക്കൊണ്ട് പോയി പൊട്ടിക്കണം. അതെ, അങ്ങ് ദൂരെ പോയി പൊട്ടിച്ചിട്ട് വരാം. കാണിക്കട്ടാ. അന്ന് നമ്മള് വിഷു എടുത്തിട്ട് കുറെ വെറൈറ്റി മേടിക്കാൻ വെച്ചിട്ട് നോക്കുമ്പോ അപ്പൊ ഒന്നും നമ്മള് പൊട്ടിക്കുന്നില്ലല്ലോ. ഇങ്ങനെ വിഷു ദീപാവലി വരുമ്പോ അല്ലേ. ദീപാവലിക്ക് നമ്മള് ഈട് പൊട്ടിക്കലില്ല. പക്ഷെ നമ്മളെ നാട്ടിലുള്ള ഭയങ്കര നിങ്ങളുടെ വിഷുവിനെക്കാട്ടി പൊട്ടിക്കൂല. ദീപാവലിക്കാ അല്ലേ? ദീപാവലിക്കാ. ഇതണ്ടേ കുറച്ച് വെടി കാണിച്ചേ. എല്ലാവർക്കും അറിയായിരിക്കും. ഇതെന്തോ ഒരു ശുശ്രൂവത്തി എന്തോ സാധനമാണ്. ഇത് പണ്ടേ ഉള്ള മറ്റേ ഈ ചെറിയൊരു ഓലപ്പടക്കുന്നതിന് പറയാം. ഇത് ആകാശത്തേക്ക് ഒരു ഇതെല്ലാം ആരെ പൊട്ടിക്കുവാ? കമ്പിത്തിരി കവി കവി വിജോട്ട് നോടു നോക്കിയിരിക്കൂ. ഇതെല്ലാം കൊല്ലം എന്നെ നാണം കെടുത്തുന്നതാണ്. ഞാനത് പൊട്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ആ അത് പൊട്ടിക്കുന്ന ആള് പൊട്ടിക്കുമ്പോ ചടിട്ട് ഓടും. എന്റെ കവി അവമാനം ചെയ്യുന്നതാണ്. ഇതാണ് ഇതൊരു പൂക്കിറ്റ് വെച്ചാണേ. ഇത് കവി പടക്കം കാട്ടട്ടെ. ആ പറഞ്ഞ പറ വേഗം പറയ കവി. പേന്റും ഇട്ടിട്ട് അരയത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടേനെ. അപ്പൊ മറ്റേ പ്രാണിയാണ് കൊറേ കാലുകൾ വണ്ട് കൊറേ കാലുകൾ അത് പറയുമ്പോഴേക്ക് 2 വ്ലോഗ് ആവുന്നത്. കരിങ്ങണ്ണി കരിങ്ങണ്ണി ഇങ്ങനെ കാലിന്റെ ഒരു പാന്റിലോട്ട് കേറി. അപ്പൊ നമ്മൾ ഇതൊന്നും ഇട്ടിട്ടില്ല. വേണ്ടല്ലോ ഊരിച്ചാരും മരത്തിന്റെ ബാക്കിൽ കഴിഞ്ഞ എല്ലാരും ഒന്ന് ചിരിക്കണേ. ഒരാള് ജീവനം കൊണ്ട് ഓടിയ കഥയാ പറയുന്നത്. വേണമെങ്കിൽ വിശ്വസിച്ചോ. അത്രക്ക് പേടിയില്ല മാമന. പക്ഷെ മാമന് പേടി പൊട്ടിക്കാൻ പേടിയില്ലാതെ പറഞ്ഞു വരുന്നേ. അത് എല്ലാവർക്കും ഉണ്ടാവും. ചില ജീവികളൊക്കെ പേടിയാ. എനിക്ക് ചെറിയ ചെറിയ ജീവികളെല്ലാം ഭയങ്കര പേടിയാ. നമുക്ക് ചെറുതിനെല്ലാം പേടിയാ. പാമ്പ്, ആന, പുലി ഇങ്ങനത്തെ അത് പിന്നെ ജന്മനാ പേടിയാണ്. അപ്പൊ ഇതണ്ട ഇത് മേലോട്ട് പോയി പൊട്ടുന്ന വെടി, ഇത് താഴോട്ട് പോയി പൊട്ടുന്നത്. പിന്നെ അങ്ങനെയല്ല ഇത് ചേത്തിക്ക 2 ബാക്കി. ഇതണ്ട ഇതിങ്ങനെ ഇങ്ങനെയുള്ളത്. പിന്നെ പിന്നെ ഇത് ബോംബ് പോലത്തെ കുറച്ച്. പിന്നെ ഇതണ്ട ഇങ്ങനെയുള്ള പോക്കറ്റുകള്. അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഐറ്റംസ് ആണ്. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം. അപ്പൊ വിഷുവിന്റെ ആദ്യ വെടി നമുക്ക് പൊട്ടിക്കാം. ചറപറ. അപ്പം നമ്മൾ തൽക്കാലം നിർത്തുന്നത് നമ്മുടെ ഈ മരത്തിൻ്റെ 2-3 മരത്തിൻ്റെ അപ്പുറമായിട്ട് കാക്കേൻ്റെ കൂടുണ്ട്. കാക്കേൻ്റെ കൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പോകുമ്പോൾ അങ്ങേക്ക് പോകുമ്പോൾ കാക്ക പേടിച്ചു. അതുകൊണ്ട് നമ്മൾ തൽക്കാലം കാക്കേനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മാറാം. നമുക്ക് ഇന്നൊരു ദിവസം വെടി പൊട്ടിക്കാം. പക്ഷെ എല്ലാ ദിവസവും കാക്ക നമ്മളെ വീട്ടിൽ വരുന്നതാണ്. കാക്ക നമുക്ക് വലുത്. വാ പിന്നെ വരില്ല. അപ്പൊ കാക്ക എപ്പം സോമൻ കാക്ക അത് അങ്ങ് കൂട്ടുന്നുണ്ട്. ഓ അങ്ങെല്ലാം തകർക്കുന്നുണ്ടേ. ഓ
ഞാൻ കുട്ടീനെ നോക്കിയിട്ട് അത് കേട്ടോ ഒച്ചാത്ത് കേൾക്കാല തുമ്പി പറക്കും നോക്കാം നമുക്ക്. കവിയേ എന്തായാലോളെ അപ്പൊ അഡ്വാൻസ് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാവിലെ കാണാം. അപ്പൊ കണി കാണാൻ രാവിലെ കാണാം. രാവിലെ കാണാം. ഹാപ്പി വിഷു. അമ്മക്ക് കഴിയുന്നില്ല, അമ്മ കടന്നു വട്ടാ, ഇനി അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കണി വെക്കാന്നെല്ലാം ഒരുങ്ങിയിട്ടുള്ളത്. എന്താവോ എങ്ങനെയൊന്നും അറിയില്ല. നമ്മളെ നാട്ടിൽ വെക്കുന്ന ആ ഒരു ഇതിൽ ഞാൻ വെക്കാം. ആടെ വെക്കൽ വെച്ചാൽ ഒരു വലിയ തട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം വെച്ചിട്ട് അങ്ങനെ വെക്കും. ഇവിടെ നിലത്താണ്, അതുകൊണ്ട് ഈ ഒരു എനിക്കറിയും, ഞാൻ ഇപ്പോൾ കുറേ ആയാലും അമ്മ വെക്കുന്നെല്ലാം കണ്ടിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വെച്ച് നോക്കട്ടെ, എങ്ങനെയാണെന്ന് അറിയില്ല. അമ്മക്കൊരു സർപ്രൈസ് ആയിക്കോട്ടിക്കല്ലോ കനി. അതെ, കൂട്ടിട്ട് വന്നിട്ട് ഒരു സർപ്രൈസ് വേറെ ഉണ്ട്. ഞാൻ തന്നെ കൃഷ്ണന്റെ വേഷം കെട്ടിയിരിക്കണം. സർപ്രൈസ് കൊടുന്നില്ലേ? ഇല്ലില്ല, അതെ അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ നീ അങ്ങനെ പ്രതീക്ഷിച്ച് വരുമ്പോ അതില്ലാണ്ടിരിക്കുമ്പോ സർപ്രൈസ് ആയില്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ അരിയെല്ലാം ഞാൻ അരച്ച് കുറി വെക്കണം ആദ്യം. കണിക്കാലത്തിന് ചൊട്ട വെക്കുമെന്നാ പറയാ അമ്മ. എപ്പം പറയും കണിക്കാലത്തിന് ചൊട്ട വെക്കും. അതായത് ഈ കുട്ടികളെല്ലാം കളിച്ചു വന്നിട്ടാകുമ്പോ ഇനി മൊത്തം പുള്ളി ഉണ്ടാവും. അപ്പൊ പറയുന്നൊരു ഇതാണ് പണ്ടേ നമ്മുടെ നാട്ടില് കണിക്കാലത്തിന് ചൊട്ട വെച്ച പോലെ ഉണ്ടല്ലോ എന്നെ കാണാൻ. ഇത് അരിയാണ്, അരിയാണ് അത് പച്ചരി അരച്ചതാണ് ചൊട്ടാക്ക. എല്ലാ ഇവിടെ വെക്കുന്ന എല്ലാ സാധനത്തിനും ഈ അരിനെ കൊണ്ടുള്ള ഇത് നമ്മൾ തൊട്ട് വെക്കും. ഇങ്ങനെയല്ലേ അമ്മ വെക്കല്? അമ്മന്റെ അങ്ങനെ ആവൂല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഇതിലെല്ലാം അരിഞ്ഞരക്കാം. ഇനി കനി വെച്ച പിന്നെ ബാക്കി നമുക്ക് കുറെ ഇതിൻ്റെ എല്ലാം ചൊട്ട വറക്കാം അല്ലെ. ഇതുണ്ട് ഈ ഡോറിനെല്ലാം വരക്കണം കേട്ടോ ഇതുപോലെ. അതെ. അപ്പൊ കണി ഒരുക്കുന്ന ഇടയില് ഗോൾഡ്, എല്ലാ കൊല്ലം വെക്കുന്ന ഒരു ഗോൾഡ് കവിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ കണിയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ കണി കാണാൻ വരാം. കനി ഒരിക്കാളിയും കണ്ണൂത്തിരുണ്ട്. അതെ, പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെ രാവിലെ ആയി, കണി കാണേണ്ട സമയമായി. അമ്മേനെ വിളിച്ച് ഞാൻ വന്നു. അമ്മ വിളിക്കുന്നതിന് മുമ്പേ കവിയെന്നെ ഒന്നിയിട്ട് കണ്ടുപിടിച്ച് വിളിച്ച് ചേട്ടാ കണി കാണേണ്ട സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അണിച്ച് വന്ന അമ്മ വിളക്കെല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാ വർഷവും എൻ്റെ കണി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയും കണ്ണു തുറന്നിട്ട് വരുമോ എൻ്റെ അമ്മേനെ കാണല്. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ കണി അമ്മേനെ അമ്മ കണി ഇങ്ങനെ വെച്ചിട്ട് കണ്ടു. എല്ലാ വർഷവും എൻ്റെ അമ്മേനെയും ഈ കണി ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കണി ഇനി മക്കളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കാണിക്കാം. അവര് ഉറക്കിന്റെ ഭാരമായിരിക്കും, എന്നാലും ഒന്ന് തോത്തിട്ട് പോയി ഉറങ്ങിക്കോട്ടെ. കവി ഇത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതെ, ഞാനത് രാത്രി ഇതെല്ലാം ഇത് കളം പിന്നെ വരക്കലില്ല. എന്താന്ന് വെച്ചാൽ ഈ വെളുത്തേൽ വരച്ചാൽ കാണുന്നില്ല, അതുകൊണ്ട് കളം വരച്ചിട്ടില്ല. ഇതെപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യല്. പണ്ട് എൻ്റെ അമ്മ എല്ലാം വെച്ചിട്ടാകുമ്പോൾ രാവിലെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്ന് കാണലേ ഉള്ളൂ. അതേപോലെ കവിതക്കും ഇത് പഠിക്കണ്ടേ, ആരൊക്കെ വയസ്സായി വരുമല്ലേ ഇന്ന്. അതുകൊണ്ട് ഓളോട് ഞാൻ പറഞ്ഞു എല്ലാം എടുത്തു വെക്ക് എന്ന്. അപ്പൊ അങ്ങനെ നമ്മളെ കണി കാര്യങ്ങളെല്ലാം ഇന്നലെ കാണിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഒരു കൃഷ്ണനും കൂടെ നമ്മളെ കൂടെ ഉണ്ട് അല്ല. അതെ, ഇപ്പൊ അതിലെന്ന് പറഞ്ഞാല് ഇത് അമ്മ പറഞ്ഞ് ഇത് നമ്മളെ യൂട്യൂബിന്റെ 50 മില്യന്റെ ഇതാണ്. അപ്പൊ അമ്മ പറഞ്ഞ് അതും കൂടി വെക്കണമെന്നിട്ട് എടുത്ത് വെച്ചിട്ട് കേട്ടോ. ശരി, അതൊരു കണി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി കുട്ടികളെ വിളിച്ചോണ്ട് എടുക്കാം. അപ്പോൾ ഋത്തിക്കിനെ വിളിക്കണം, കവിനെ വിളിക്കണം. കവി ഉറങ്ങിയിട്ടില്ല കേട്ടോ, അവള് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ കവി കണ്ണ് തുറക്കണ്ട, എണീക്കുക.
തയങ്ങുന്ന ഞാൻ പുറത്തായിട്ടതാ. ശിക്കിടൊക്കെ ഉറങ്ങുന്നുണ്ടായി. പിന്നെ നമ്മൾ വിളിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ വിളിച്ചാൽ പിന്നെ കണി കാണാൻ കഴിയില്ല. കണി എന്തെല്ലാം ഉണ്ടോ? വാ എണീക്ക. ഹൈ 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 ഹൈ. അതിലോട്ടേന്ന് നമ്മളെ ഇതിന് കുട്ടി എണീച്ചിട്ട് പുറത്ത് വന്നായിട്ട് നമ്മളിത് കെട്ടിയില്ല. അതുകൊണ്ട് കണ്ണ് കൂട്ടിയിട്ട് ഇത് കടക്കൽ കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ചാടിക്കിടന്നവളാണ് ജോസഫി. ആ ഓട്ടെ കണ്ണങ്ങോട്ട് പൂട്ടുക. കണ്ണ് പറയുന്ന തന്നെയാണോ കേട്ടാ. 5 വർഷം പോയി. വാ. അയ്യോ വാതിൽ തുറക്ക്. അങ്ങോട്ട് പോരട്ടെ. അമ്മേ ബാമേ അമ്മ കൈനീട്ട് എടുക്കാൻ പറ്റും. കൈനീട്ടം പോയി എടുക്കാമേ. 1 മിനിറ്റ്. കവി എന്നെ വെച്ചിട്ട് കവിനെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടാ. അതെ ഒരു സർപ്രൈസ് സാധനം അധികം വെച്ചിന്. അമ്മ ഓർത്തി അടുക്കി തുറക്കല്ല. ആ കാര്യം ഇപ്പൊ നമ്മൾ തുറന്നു വെച്ചിടി. അതല്ല ആ തുറന്നോ. അധികം വെച്ചത് പെട്ടെന്ന് പറഞ്ഞാട്ടെ കവി. അധികം വെച്ചത് പെട്ടെന്ന് പറഞ്ഞാട്ടെ. അമ്മോറിന് യൂട്യൂബിന്റെ അടുത്ത് വെക്കണം. ഓ നീ വിചാരിച്ചാ കണ്ട ഇതെന്താ മനസ്വപ്നം. അതെ അത് നമ്മളെ ഇപ്പോഴത്തെ സ്വപ്നം. അതെ. അപ്പോ ഉള്ളൊരു നേരം കമലാനേത്രന്റെ കല കാണും മഞ്ഞത്തുകിൽ ചാർത്തി. ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അമ്മ എന്നാല് കണി അതെ ആടെ നിൽക്കേ രണ്ടാളെ. യെസ് കൈനീട്ടത്തിന്റെ സമയമായി. അതെ കൈനീട്ടം കൊടുക്കുന്ന സമയമാണ്. ഓ അമ്മ കൈനീട്ടം അമ്മക്ക് അങ്ങോട്ടേക്ക് ആദ്യ അപ്പൊ അങ്ങനെ കിട്ടി. കൈനീട്ടന്റെ എന്തൊരു പരിപാടി ഉണ്ട്. നമ്മ തമ്മിൽ എന്ത് കൈനീട്ടം. എന്താടോ അങ്ങനെ വാക്കണ്ട. അതെ ഇതന്നെയല്ലേ തേച്ച് നമ്മളെ കയ്യിലല്ലേ. ഇത്തിക്ക അമ്മമ്മേനെ എപ്പോഴും കിടന്നു കേട്ടോ. ഇത്തിക്ക് മോനെ കണ്ണ് തുറക്കാണ്ട് എനിക്കിപ്പ കണ്ണ് തുറക്കാണ്ട് എനിക്ക് കണി കാണാലോ. വാ കണ്ണ് തുറക്കല്. തുറന്നോളൂ. എന്താണ് ഫസ്റ്റ് കണ്ടത് പറ. എന്നെ ഋഷിക്കിനെ കൊട്ടിക്കാണ് നമുക്ക്. ആദ്യമായിട്ട് ഇനിയിപ്പോ കാണാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. അയാള് വന്നാലിപ്പോ ഇതൊന്നും ഇടി ഇങ്ങനെ കണ്ടില്ല കാണുക. വേഗം അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ എന്തെങ്കിലും ഒരു നല്ല കളറുള്ളത് ഉണ്ടാവും അയാൾക്ക്. കണിയെല്ലാം രാവിലെ എണീച്ച് കണ്ട് കുടിച്ചു വരുന്നുണ്ട്. അമ്മ എപ്പം വൈകിട്ട് വിളക്കത്തിക്കുമ്പോ തലേത്തോട്ട് വെച്ചു കൊടുക്കും. അതുകൊണ്ട് വിളക്ക് കാണുമ്പോ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. കൈ പോയിട്ടുണ്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അതിനൊട്ടി എടുത്തു. എടുത്തെടുത്ത് ഇരുന്നേ. നമ്മുടെ കലാശ്രീകളെ എത്തിയിരിക്കുകയാണ്.
വരുന്നു അങ്ങനെയെങ്കിലും കാല് പിടിക്കുന്നല്ലേ. ആ അങ്ങനെ ഒരു കൊല്ലത്തെ ഒരു പ്രാവശ്യം കിട്ടുക. അപ്പൊ മാസത്തെ ചെലവായി.